السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് മെയ് 27 ആണ്. എല്ലാ അഹമ്മദികൾക്കും അറിയാവുന്നതുപോലെ ഇന്നേ ദിവസം അഹമ്മദിയ ജമാഅത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തിന് ആരംഭം കുറിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തിൽ ഈ ദിവസം ഖിലാഫത്ത് ദിനമായി ആചരിക്കുന്നു. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാം ശക്തിപ്രഭാവത്തെക്കുറിച്ച് നൽകിയ സന്തോഷവാർത്തയിൽ നാം അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ ഛിന്നഭിന്നമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മെ ഒരു ചരടിൽ കോർത്തിണക്കി. ഇതുമായി ബന്ധപ്പെട്ട് നാം ഈ ഒരു പ്രതിജ്ഞയും ചെയ്യുന്നു: നാം അഹമ്മദിയ ഖിലാഫത്തിനെ നിലനിർത്തുന്നതിനും എന്നെന്നും തുടരുന്നതിനും എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങൾക്കും തയ്യാറായിരിക്കും ഇൻഷാ അല്ലാഹ്. അഹമ്മദിയ ജമാഅത്തിന്റെ കഴിഞ്ഞ 108 വർഷത്തെ ചരിത്രം ഈ കാര്യത്തിനുള്ള സാക്ഷ്യമാണ്. ഈ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒന്നിനു ശേഷം ഒന്ന് എന്ന നിലയിൽ അടുത്ത തലമുറ ദൃഢചിത്തതയോടുകൂടി ത്യാഗങ്ങൾ ചെയ്തു. അല്ലാഹു തുടർന്നും ഇപ്പോൾ ജമാഅത്തിലുള്ള ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് ചേരുന്ന ഓരോ വ്യക്തിക്കും എല്ലായ്പ്പോഴും ഈ പ്രതിജ്ഞ നിറവേറ്റുന്നതിനുള്ള തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നിയോഗ ലക്ഷ്യം മനുഷ്യരെ അള്ളാഹുമായി അടുപ്പിക്കുക എന്നതും അള്ളാഹുവിന്റെ എല്ലാ കടമകളും നിറവേറ്റുന്നവരാക്കി തീർക്കുക എന്നതും മനുഷ്യരെ പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. റിസാല അൽ വസിയ്യത്തിൽ ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ സന്തോഷവാർത്ത നൽകിക്കൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. റിസാല അൽ വസിയ്യത്തിൽ ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു: അഥവാ നിങ്ങൾ പൂർണ്ണമായ നിലയിൽ അല്ലാഹുവിലേക്ക് കുനിഞ്ഞാൽ നോക്കുക,
ഞാൻ അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ ഒരു സമൂഹമായി മാറും. അള്ളാഹുവിന്റെ മഹത്വം ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കുക, അവന്റെ തൗഹീദിന്റെ ഏറ്റുപറച്ചിൽ നാവുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി രൂപത്തിലും ചെയ്തു കാണിക്കുക. അള്ളാഹുവും കർമ്മരൂപത്തിൽ അവന്റെ ഔദാര്യവും സ്നേഹവും നിങ്ങളിൽ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി പറയുന്നു. വിദ്വേഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, മനുഷ്യ സമൂഹത്തോട് യഥാർത്ഥ സഹാനുഭൂതിയോടുകൂടി പെരുമാറുക, നന്മയുടെ എല്ലാ മാർഗങ്ങളും പിൻപറ്റുക. ഏതു മാർഗത്തിലൂടെയാണ് നിങ്ങൾ സ്വീകരിക്കപ്പെടുക എന്ന് പറയാൻ സാധ്യമല്ല. അഥവാ നാം തൗഹീദിൽ നിലയുറപ്പിച്ചാൽ, മനുഷ്യ സമൂഹത്തോടുള്ള സഹാനുഭൂതിയിൽ പുരോഗതി കൈവരിച്ചുകൊണ്ടിരുന്നാൽ, അഹ്മദിയ ഖിലാഫത്തുമായി ഒട്ടിച്ചേർന്നു നിന്നാൽ, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ പുരോഗതിയും നാം കാണുന്നവരായി മാറുന്നതായിരിക്കും. ഈ കാര്യവും അള്ളാഹുവിൽ നിന്ന് അറിവ് കരസ്ഥമാക്കി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, അള്ളാഹു നിങ്ങളെ പാഴാക്കിക്കളയും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ കൈകളാൽ ഭൂമിയിൽ വിതക്കപ്പെട്ട ഒരു വിത്താണ്. അള്ളാഹു പറയുന്നു, ഈ വിത്ത് വളരുകയും പുഷ്പിക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തേക്കും ഇതിന്റെ ശാഖകൾ വ്യാപിക്കും, ഒരു വലിയ വടവൃക്ഷമായി തീരും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചിരിക്കുന്ന ജമാഅത്ത് പുരോഗതി കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മളിൽ ഓരോരുത്തരും തങ്ങളുടെ ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. നാം അല്ലാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുന്നതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? ലോകത്തിന്റെ ദൃഷ്ടികൾ നമ്മുടെ മേലാണുള്ളത്. അല്ലാഹുവും ഈ പ്രവൃത്തി നമ്മുടെ മേലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തൗഹീദ് സ്ഥാപിക്കുക, സ്വയം അല്ലാഹുവിന് സമീപസ്ഥരായിത്തീരുക, ലോകത്തെയും തങ്ങളുടെ സൃഷ്ടാവായ ഏകനായ അല്ലാഹുവിന്റെ സമീപസ്ഥരാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങളെ സ്ഥാപിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ പര്യടനത്തിലായിരുന്നു. അവിടെ ചില പത്രപ്രതിനിധികൾ അതുപോലെ മറ്റു വിദ്യാസമ്പന്നരായ ആളുകളും ഈ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഞാൻ അവരോട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഹ്മദിയ ഖിലാഫത്തിന്റെയും അഹ്മദിയ ജമാഅത്തിന്റെയും ലക്ഷ്യം അള്ളാഹു ഏത് കാര്യം നേടുന്നതിനു വേണ്ടിയാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് അത് തന്നെയാണ്. അത് ഇതാണ്: മനുഷ്യരെ അള്ളാഹുവുമായി സമീപസ്ഥമാക്കുന്നതിനു വേണ്ടി പരിപൂർണമായ നിലയിൽ പരിശ്രമിക്കുക, മനുഷ്യ സമൂഹത്തോടുള്ള കടമ നിർവഹിക്കുക. ഇതിൽ കൂടുതലായി നമുക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല. കാരണം ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ലോകം അള്ളാഹുവിനെ വിസ്മരിച്ചിരിക്കുകയാണ്. പൊതുവിൽ മനുഷ്യ സേവനത്തിന്റെ പേരിൽ സേവനം തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ നേടുന്നതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അത് കാരണം കൂടുതൽ അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത്. രാജ്യങ്ങളും സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ദൂരമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ കാര്യം ഭൗതികരായവർക്ക് വളരെ ബുദ്ധിമുട്ടോടുകൂടി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തങ്ങളുടെ ഒരു പ്രയോജനവും ഒന്നും തന്നെ ഇല്ലാതെ കേവലം അല്ലാഹുവിന്റെ പ്രീതി മാത്രം കരസ്ഥമാക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുക? ഒരുപക്ഷെ ഇവർക്ക് ഈ ചിന്താഗതി ഉണ്ടാവാം, ഭൗതികരായ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും പേരിൽ നിങ്ങൾ അഹമ്മദികൾ മറ്റുള്ളവർക്ക് സമീപസ്ഥരാവുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരുപക്ഷെ നിങ്ങൾക്ക് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ ഭരണകൂടങ്ങളെ കീഴടക്കും എന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം.
അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ മാർഗം അവലംബിച്ചിരിക്കുന്നത്. സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിയാത്തിന്റെ പ്രൊഫസറും ഒരവസരത്തിൽ ഇതുപോലുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ ഒരു കവിതാശകലത്തിലൂടെ മറുപടി നൽകി. ആ മറുപടി ഇതാണ്: എനിക്ക് രാജ്യങ്ങളുമായി എന്ത് കാര്യമാണുള്ളത്? എന്റെ രാജ്യം തികച്ചും വ്യതിരിക്തമാണ്. എനിക്ക് കിരീടവുമായി എന്ത് ബന്ധം? എന്റെ കിരീടം ദൈവപ്രീതിയാണ്. ഇത് തന്നെയാണ് അഹമ്മദിയ ഖിലാഫത്തിന്റെയും അഹമ്മദിയ ജമാഅത്തിന്റെയും ലക്ഷ്യം. ഈ യാത്രയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മീഡിയകളുമായും വളരെയധികം ഇന്റർവ്യൂ നടന്നു. അന്യരുമായും മാൽമോ മസ്ജിദിന്റെ ഉദ്ഘാടനം കൂടാതെ ഡെൻമാർക്കിലും സ്റ്റോക്ക്ഹോമിലും 2 റിസപ്ഷനും നടന്നു. അതിൽ ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും ശരിയായ അധ്യാപനങ്ങളുടെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത ജീവിത മാതൃകയെക്കുറിച്ചും ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാതൃകയുടെ അടിസ്ഥാനത്തിലും സംസാരിച്ചു. അപ്പോൾ ഭൂരിഭാഗം പേരും തുറന്ന നിലയിൽ ഈ കാര്യം പ്രകടിപ്പിച്ചു: ഇന്നാണ് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നു. ലോകത്ത് ഇന്ന് എല്ലായിടത്തും അഹമ്മദിയ ജമാഅത്ത് മുഖേന വിവിധ സ്ഥലങ്ങളിൽ സമാധാനത്തിന്റെ പേരിൽ സദസ്സുകൾ നടക്കുന്നു, കോൺഫറൻസുകൾ നടക്കുന്നു, സിംപോസിയം നടക്കുന്നു. അതിൽ ആളുകൾ ഈ കാര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിനുള്ള കാരണം ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ ഒരേ വിഷയത്തിൽ തങ്ങളുടെ മുഴുവൻ പരിശ്രമത്തോടും കൂടി കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണം അഹമ്മദിയ ജമാഅത്ത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അതിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം ഭൂരിഭാഗം ആളുകളും പ്രകടിപ്പിച്ചു. യഥാർത്ഥ അധ്യാപനങ്ങൾ ഞങ്ങൾക്ക് ഇന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് നമുക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫയിൽ നിന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നിലവിൽ വന്ന ഖിലാഫത്ത് കേവലം അതിനെ അംഗീകരിക്കുന്നവർക്ക് മാത്രമല്ല മാർഗദർശനം നൽകുന്നത്, മറിച്ച് മറ്റുള്ളവർക്കും അന്യർക്കും ഇസ്ലാമിന്റെ എതിരാളികൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിനെ ഭയക്കുന്നവർക്കും ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മാതൃക കാണിച്ചു കൊടുക്കുന്നു. അന്യരിൽ നമ്മുടെ ഫംഗ്ഷനിൽ വന്ന് എന്ത് സ്വാധീനമാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഞാൻ അതിന്റെ ഏതാനും ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഡെൻമാർക്കിൽ ഹോട്ടലിൽ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ പാർലമെന്റ് മെമ്പർമാർ വന്നിരുന്നു. അവിടുത്തെ കൾച്ചർ മതകാര്യ മന്ത്രിയും ഉണ്ടായിരുന്നു. മേയറും രാഷ്ട്രീയക്കാരും വിവിധ വിദ്യാസമ്പന്നരായ വ്യക്തിത്വങ്ങളും ഉണ്ടായിരുന്നു. എംബസികളുടെ പ്രതിനിധികളും വന്നിരുന്നു. അവർ ഈ ഫംഗ്ഷൻ കാണുകയും കേൾക്കുകയും ചെയ്തു. വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഈ കാര്യം പ്രകടിപ്പിച്ചു: ഞങ്ങൾക്ക് മേയറും രാഷ്ട്രീയക്കാരും വിവിധ വിദ്യാസമ്പന്നരായ വ്യക്തിത്വങ്ങളും ഉണ്ടായിരുന്നു. എംബസികളുടെ പ്രതിനിധികളും വന്നിരുന്നു. അവർ ഈ ഫംഗ്ഷൻ കാണുകയും കേൾക്കുകയും ചെയ്തു. വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കാര്യം പ്രകടിപ്പിച്ചു: ഞങ്ങൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ശരിയായ അറിവ് ലഭിച്ചു. ഒരു ഡാനിഷ് അതിഥി സ്റ്റാൻ ഹോഫ്മാൻ പറഞ്ഞു: ഖലീഫയുടെ പ്രസംഗം കേട്ട് എനിക്ക് വളരെയധികം സമാധാനം തോന്നി, സന്തോഷം ഉണ്ടായി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരം സന്ദേശത്തിന്റെ വളരെയധികം ആവശ്യമുണ്ട്. വീണ്ടും പറഞ്ഞു: സ്കാൻഡിനേവിയയിൽ ഖലീഫയുടെ വാക്കുകൾ ഉന്നതമായ നിലയിൽ മനസ്സിലാക്കപ്പെടുമാറാകട്ടെ.
ഡെൻമാർക്കിലെ ഒരു പട്ടണമാണ് നാസ്കോ. അവിടെ നിന്ന് വലിയ തോതിൽ ആളുകൾ വന്നിരുന്നു. പട്ടണത്തിന്റെ മേയറും രാഷ്ട്രീയക്കാരും മറ്റു വിദ്യാസമ്പന്നരായ ആളുകളും. അവർ പറയുന്നു, അവിടുത്തെ കൌൺസിലിലെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഖലീഫയുടെ പ്രസംഗം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. എനിക്ക് ഈ കാര്യം വളരെയധികം സന്തോഷം തോന്നി. ഈ കാര്യം അറിഞ്ഞ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ യാതൊരു ഭയവും ഇല്ലാതെ കേവലം സമാധാനത്തിന് വേണ്ടി മാത്രം ലോകത്ത് ഒരു തിളങ്ങുന്ന മിനാരം പോലെ നിലകൊള്ളുകയാണ്. അവർ അഹമ്മദി ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളുകളാണ്. മറ്റൊരു അതിഥി പറഞ്ഞു, പ്രസംഗത്തിനു ശേഷം എന്റെ മേശയിൽ ഇരുന്നിരുന്ന എല്ലാവരും ഇസ്ലാമിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആളുകൾ പറയുകയായിരുന്നു, തീർച്ചയായും ഇത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇസ്ലാമിനെ ഇത്ര മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഡാനിഷ് ജനങ്ങൾ ഇസ്ലാമിന്റെ ഒരു ഭാഗം മാത്രമാണ് അറിയുന്നത്. ഇസ്ലാമിൽ സമാധാനം ആഗ്രഹിക്കുന്ന വിവിധ വിഭാഗങ്ങൾ ഉണ്ട് എന്ന കാര്യം പോലും ഇവർക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അതിഥികളും ഒരു പുതിയ പ്രതിജ്ഞയോടുകൂടിയായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഡെൻമാർക്കിലെ പ്രത്യേകിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റായ രീതിയിലുള്ള കാർട്ടൂൺ ഉണ്ടാക്കിയതിന്റെ തുടക്കം അവിടെ നിന്നാണ് ഉണ്ടായത്. അവരോട് ഞാൻ ഇതാണ് പറഞ്ഞത്, ഇത് മുഖേന വെറുപ്പാണ് ഉണ്ടാവുക, സമാധാനം നശിക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും ലഭിക്കുകയില്ല. അവർ ഈ കാര്യം അംഗീകരിക്കുകയും ചെയ്തു. അഥവാ ഈ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വികാരപരമാണ്. അതായത് ആ കാർട്ടൂണുകളെ കുറിച്ച് സംസാരിക്കുക എന്നത്. എന്നാൽ ഏതൊരു രീതിയിലൂടെയാണോ താങ്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുന്നത്, ഞങ്ങൾ ആ കാര്യം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരതിഥി പറഞ്ഞു, ഇന്നത്തെ പ്രസംഗത്തിന് ശേഷം മുസ്ലിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും ജനങ്ങളുടേത് മാറിയിരിക്കും. പറഞ്ഞു, ഇനി ഞാൻ ഇസ്ലാമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു വിശുദ്ധ ഖുർആനും വാങ്ങിയിട്ടുണ്ട്. അതിൽ ഫുട്നോട്ടുമുണ്ട്. ഇന്നത്തെ സായാഹ്നത്തിന് ശേഷം എനിക്ക് എന്റെ അറിവില്ലായ്മയെക്കുറിച്ചും അറിയാൻ സാധിച്ചിരിക്കുന്നു. ഞാൻ ഇന്നേക്ക് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ നോസ്കോയിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. അവർ പരിപാടിക്ക് ശേഷം തിരിച്ചു പോവുകയായിരുന്നു. ഒരു അതിഥി എഴുതി, ഞങ്ങൾ താങ്കൾക്ക് 1000 തവണ നന്ദി രേഖപ്പെടുത്തുന്നു. പറയുന്നു, ഈ കോൺഫറൻസ് മുഴുവൻ ജീവിതത്തിലും ഒരു ഓർമ്മിക്കപ്പെടുന്ന നിമിഷത്തിന്റെ രൂപത്തിൽ നിലനിൽക്കും, അനുഭവത്തിന്റെ രൂപത്തിൽ ഓർമ്മയുണ്ടാകും. പറയുന്നു, കോപ്പൻഹേഗിൽ നിന്ന് നോസ്കോ വരെ തിരിച്ചു പോകുമ്പോൾ കോച്ചിൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ യാത്രയിലും ഈ കോൺഫറൻസിനെ കുറിച്ച് സംസാരം നടന്നുകൊണ്ടിരുന്നു. എല്ലാവരും ഈ കാര്യത്തിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. ഞങ്ങൾ ഒരു നല്ല ദിവസമാണ് കഴിച്ചുകൂട്ടിയത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഒരു പത്രപ്രവർത്തകൻ തന്റെ അഭിപ്രായം ഈ വിധം രേഖപ്പെടുത്തി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഖലീഫയുടെ പ്രസംഗം ഈ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ചിന്തിപ്പിക്കാൻ നിർബന്ധിതനാക്കി. മീഡിയയിൽ കാണിക്കുന്ന ഇസ്ലാമിന്റെ ചിത്രം യഥാർത്ഥത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടുള്ളതാണ്. പറയുന്നു, എനിക്ക് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ പോലും വിമർശിക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും സ്നേഹത്തെക്കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ കാര്യങ്ങൾ തന്നെയാണ് സമാധാനത്തിന്റെ താക്കോൽ. പിന്നീട് പറഞ്ഞു, അദ്ദേഹം നമ്മെ മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ഞാനിപ്പോൾ വളരെയധികം പ്രയാസത്തിലാണ്. ഞാൻ മുമ്പും ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട് നാം ലോകമഹായുദ്ധത്തിന്റെ സമീപത്താണ് എന്ന്. എന്നാൽ ഞാൻ അതിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് എന്റെ ചിന്താഗതി മാറിയിരിക്കുന്നു. ഇനി ഞാൻ ഈ കാര്യം സീരിയസ് ആയി എടുക്കേണ്ടതുണ്ട്. പറഞ്ഞു, ഖലീഫ ഈ കാര്യം എന്നെ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചു. മറ്റൊരതിഥി അവർ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. വനിതയാണ്. ഈ കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നു. എന്നാൽ ഒരു വിധത്തിൽ പ്രയാസപ്പെടുത്തുന്നതുമാണ്. കാരണം അദ്ദേഹം ഭാവിയെക്കുറിച്ച് വളരെ അപകടകരമായ ഒരു ചിത്രമാണ് വരച്ചിട്ടുള്ളത്.
അദ്ദേഹം ഞങ്ങളെ യുദ്ധത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. അദ്ദേഹം പറഞ്ഞു, സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട സമയം ഇതാണ്, അല്ലെങ്കിൽ നാം ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടതായി വരും. പിന്നീട് ഒരു ഡാനിഷ് അതിഥിയായ ഒരു സഹോദരി പറഞ്ഞു, ഇന്നേക്കു മുമ്പ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ കേട്ടത് നല്ലതും സ്നേഹം നിറഞ്ഞതുമായ സന്ദേശമായിരുന്നു. ISIS ഇസ്ലാം അല്ല എന്ന കാര്യം ഞാൻ പഠിച്ചു. ഇസ്ലാമിന്റെ അധ്യാപനം ഇതാണ്: എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളെ സംരക്ഷിക്കുക. മറ്റൊരു ഡാനിഷ് അതിഥി പറഞ്ഞു, മീഡിയ മുഖേന കാണിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ ചിത്രം തെറ്റാണ് എന്ന് സ്ഥാപിച്ച ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടാൻ സാധിച്ചു. ഞാൻ വളരെയധികം വികാരഭരിതനും ആവേശമുള്ളവനുമായി തീർന്നിരിക്കുന്നു. ജിഹാദിന്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളെ കാണാൻ സാധിച്ചു. മീഡിയയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ലോകത്ത് സമാധാനം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മറ്റൊരു ഡാനിഷ് അതിഥി പറയുന്നു, ഖലീഫ തന്റെ പ്രസംഗത്തിൽ വിശുദ്ധ ഖുർആന്റെ റഫറൻസ് നൽകി. ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വയം കൽപ്പിതമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, മറിച്ച് യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായതായിരുന്നു. പറയുന്നു, പടിഞ്ഞാറുമായി മുസ്ലിങ്ങൾക്ക് സമുന്നയം സാധ്യമാണ് എന്ന കാര്യം ഇതിൽ നിന്ന് തെളിയുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം പാശ്ചാത്യ ഭരണത്തിനെതിരല്ല. കാരണം സമാധാനവും സമത്വവും പരസ്പര ബഹുമാനവും പരസ്പരമുള്ള കടമകളുമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഡാനിഷ് ജനങ്ങൾ മുസ്ലിങ്ങളെക്കുറിച്ചും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും വളരെയധികം ഭയപ്പെടുന്നു. എന്നാൽ ചുരുങ്ങിയത് ഇന്നേക്ക് ശേഷം നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു: അവിടെ നടക്കുന്നതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അദ്ദേഹത്തിന്റെ മതത്തിന്റെയോ തെറ്റല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെ വികലമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പോയിന്റുകൾ വളരെ വ്യക്തമായിരുന്നു. ഇസ്ലാമിക ഭരണത്തിന്റെ വിശദീകരണം വളരെ വ്യക്തമായ വാക്കുകളിൽ വിവരിക്കുകയുണ്ടായി. അത് നാം എല്ലാവരും സ്വായത്തമാക്കേണ്ട കാര്യങ്ങളാണ്. പറയുന്നു, എന്നിലും മുഴുവൻ സദസ്യരിലും ഇസ്ലാം ഒരു സമാധാനത്തിന്റെ മതമാണ് എന്ന കാര്യം അദ്ദേഹം സ്ഥാപിച്ചു. ഇത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടും അദ്ദേഹത്തിന്റെ ഖലീഫമാരുടെ മാതൃക കൊണ്ടും സ്ഥാപിച്ചു. ഇതെനിക്ക് വളരെയധികം നല്ലതായി തോന്നി. അഹമ്മദിയ ജമാഅത്തിലെ ലക്ഷ്യവും വ്യക്തമാക്കി. ഇത് മുഖേന എനിക്ക് ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചു. മറ്റൊരു അതിഥി തന്റെ അഭിപ്രായം പ്രകാരം പ്രകടിപ്പിച്ചു. അദ്ദേഹം ഏതുവിധത്തിലാണോ നമ്മുടെ തലമുറകളെക്കുറിച്ചും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചത്, വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള പരിഹാരം പറഞ്ഞു തരികയും ചെയ്തു. അത് വളരെയധികം ഉന്നതമായിരുന്നു. ചുരുങ്ങിയത് എനിക്ക് ഇന്നേക്കു മുമ്പ് വിശുദ്ധ ഖുർആനിൽ നീതിയെക്കുറിച്ച് ഇത്രമാത്രം പറയുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായും അറിയുമായിരുന്നില്ല. വീണ്ടും പറയുന്നു, ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ചിന്താഗതി തീർച്ചയായും മാറിയിരിക്കുന്നു. മുമ്പ് എനിക്ക് മീഡിയ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ ഞാനിപ്പോൾ മറുഭാഗത്തെ യാഥാർത്ഥ്യം കൂടി അറിഞ്ഞിരിക്കുന്നു. പറയുന്നു, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കാലത്തിന്റെ ഖലീഫ ഉദ്ധരിച്ചു. അതിൽ മനുഷ്യൻ ഇഷ്ടപ്പെടാത്തവരോട് നീതി കാണിക്കണമെന്നാണ് ഉണ്ടായിരുന്നത്. ഇതും നല്ലതായി തോന്നി. അദ്ദേഹം പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ യഹൂദികളോടും ക്രിസ്ത്യാനികളോടും സ്നേഹത്തിന്റെ പെരുമാറ്റമാണ് കാഴ്ചവെച്ചിരുന്നത്. ഈ കാര്യം എന്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു. പിന്നീട് വിമൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വനിത പറയുന്നു, ഈ സമാധാനം നിറഞ്ഞ സന്ദേശത്തെക്കുറിച്ച് ആളുകൾക്ക് വളരെയധികം പരിമിതമായ അറിവ് മാത്രമാണുള്ളത്. മീഡിയ കേവലം ചീത്തയായ കാര്യങ്ങളെ മാത്രമാണ് മുന്നിൽ കൊണ്ടുവരുന്നത്. നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയുകയില്ല. ഡെൻമാർക്കിലെ മുഴുവൻ മീഡിയയും ഇന്നിവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഞാൻ എന്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ഈ പെരുമാറ്റം കാരണം വളരെയധികം നിരാശയായിരിക്കുന്നു. മറ്റൊരു ഡാനിഷ് വനിത പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പഠിച്ചു.
ഈ വിധത്തിൽ നിങ്ങളുടെ ഖലീഫ എന്റെ അധ്യാപകനാണ് എന്ന കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇസ്ലാം സമാധാനം നിറഞ്ഞ മതമാണ് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പിന്നീട് പറഞ്ഞു, ജനങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശം ശ്രദ്ധിക്കണമെന്ന് എന്റെ ആഗ്രഹമാണ്. ഈ പ്രസംഗത്തിന്റെ ഡാനിഷ് തർജ്ജമ ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എല്ലാ വാക്കുകളും നല്ലവണ്ണം ഗ്രഹിക്കുന്നതിനു വേണ്ടി, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി. പിന്നീട് അവർ പറഞ്ഞു, ഖലീഫയുടെ സന്ദേശം മുഴുവൻ ഡെൻമാർക്കിലും പ്രചരിപ്പിക്കേണ്ടതാണ്. നാം അദ്ദേഹത്തിന്റെ സന്ദേശത്തെ അംഗീകരിക്കേണ്ടതാണ്, അതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നിയിരുന്നത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അത്തരം ചിന്താഗതി ഉണ്ടായതിൽ വളരെയധികം ലജ്ജ തോന്നുന്നു. ഭൂരിഭാഗവും ഇവരിൽ നല്ലവരാണ്. എന്നാൽ മീഡിയ നമ്മുടെ തലച്ചോറ് നിറച്ചിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വരുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു. കാരണം അവിടെ എന്തെങ്കിലും ആക്രമണം നടക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ആക്രമണം നടക്കും. എന്നാൽ ഞാൻ അദ്ദേഹത്തെ വരാൻ നിർബന്ധിച്ചു, കാരണം എനിക്ക് അന്വേഷണത്വര ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹവും വന്നതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു. ഭാര്യയും ഭർത്താവും വന്നിരുന്നു പറയുന്നു. എന്നല്ല, അദ്ദേഹം വളരെയധികം വികാരഭരിതനായി തീർന്നിരിക്കുന്നു. പിന്നീട് പറഞ്ഞു, ഞാൻ പറയും, ആരാണോ ക്ഷണിച്ചിട്ടും വരാതിരുന്നത് അവർ വലിയ വിഡ്ഢികളാണ്. ഒരു ഡാനിഷ് രാഷ്ട്രീയക്കാരൻ കിം ലോഫ് ഹോം പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഖലീഫയെ കണ്ട ആദ്യത്തെ അവസരമായിരുന്നു ഇത്. അദ്ദേഹവുമായി കണ്ടുമുട്ടിയ അനുഭവം എന്റെ ജീവിതത്തിൽ മറ്റേതെങ്കിലും മുസ്ലിമുമായി കണ്ടുമുട്ടിയതിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നു. പറഞ്ഞ ആളോട് അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഇമാം ഇസ്ലാമിനെ കുറിച്ച് ഞാൻ കണ്ടുമുട്ടിയ മറ്റ് അറേബ്യൻ മുസ്ലിങ്ങൾ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. താങ്കളുടെ ഖലീഫ ഈ കാര്യം വളരെ വ്യക്തമാക്കുന്നു. ഇസ്ലാം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്നു. പറയുന്നു, ലോകത്തിന് ഖലീഫയുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വിദൂരങ്ങളിൽ വ്യാപിപ്പിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ചെറിയ ജമാഅത്ത് ആയിരിക്കും, എന്നാൽ നിങ്ങളുടെ സന്ദേശം വളരെ വലുതാണ്. വീണ്ടും പറയുന്നു, ഈ പരിപാടി വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു. ഉദാഹരണമായി, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ചും അറിഞ്ഞു. ഉദാഹരണമായി, അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് തന്റെ പള്ളിയിൽ ആരാധന നടത്താനുള്ള അവസരം നൽകി. അതേപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ആന്റിസെമിറ്റിസത്തിനും എതിരായിരുന്നു. അമേരിക്കൻ എംബസിയുടെ പ്രതിനിധി പറഞ്ഞു, ഖലീഫ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തന്നു. ആളുകൾ ബ്രസൽസിലെയും പാരീസിലെയും ആക്രമണത്തിന് ശേഷം ഇസ്ലാമിനെ കുറിച്ച് ഭയക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ തീവ്രവാദത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഖലീഫ വ്യക്തമാക്കുകയുണ്ടായി. ഇസ്ലാം ഒരു യുക്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. ഞാൻ ഖലീഫ പറഞ്ഞ എല്ലാ പോയിന്റുകളും അംബാസിഡർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുപോലെ ഖലീഫ പറഞ്ഞ അപകടകരമായ വിഷയങ്ങളെക്കുറിച്ചും പറയുന്നതായിരിക്കും. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. ടീച്ചറായ ഒരു ഡാനിഷ് അതിഥി പറഞ്ഞു, ഇന്ന് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖലീഫ പറഞ്ഞതായി കേട്ട എല്ലാ കാര്യങ്ങളും എന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. പറഞ്ഞു, ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ ഭയക്കുന്നു. എന്നാൽ ഖലീഫയിൽ നിന്ന് ഞാൻ ഈ പാഠം പഠിച്ചു. നാം ഇസ്ലാമിനെയല്ല, മറിച്ച് തീവ്രവാദത്തെയും ഭീകരവാദത്തെയുമാണ് ഭയക്കേണ്ടത്. ഇസ്ലാമും തീവ്രവാദവും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പറയുന്നു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഉദാഹരണമായി, എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികളോടും യഹൂദികളോടും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഈ കാര്യം എന്നെ വളരെയധികം വികാരഭരിതയാക്കി. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെയധികം വ്യക്തമായിരുന്നു. ചില മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും കർമ്മം മോശമാണ്. അതിനെയെല്ലാം തന്നെ അദ്ദേഹം വിമർശിച്ചു. മറ്റൊരു അതിഥി പറഞ്ഞു, പ്രസംഗം നടത്തിയ രീതി ഞാൻ കണ്ടു. താങ്കൾ മറ്റു പ്രാസംഗികരുടെ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. എന്നിട്ട് പറഞ്ഞു, 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യം വളരെയധികം ഉൾക്കാഴ്ച ഉള്ളതായിരുന്നു. അത് കേട്ട് ഞാൻ അല്പം പരിഭ്രമിക്കുകയും ചെയ്തു.
എന്നാൽ താങ്കളുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ മറ്റൊരു വിധത്തിലുള്ള സമാധാനവും ലഭിച്ചു. മാൽമോയിലും ഏകദേശം 140 അധികം സ്വീഡിഷ് അതിഥികൾ പങ്കെടുത്തിരുന്നു. മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ പാർലമെന്റ് അംഗങ്ങൾ, മാൽമോ സിറ്റിയുടെ മേയർ, പോലീസ് ചീഫ്, സിറ്റി ചർച്ചിന്റെ പ്രതിനിധികൾ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ, വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. ഒരു യഹൂദി അതിഥി പറയുന്നു, ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു. കാരണം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. പറയുന്നു, ഈ ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് വളരെയധികം നെഗറ്റീവായ ചിന്താഗതിയാണുള്ളത്. നാം എല്ലാവരും മുസ്ലിങ്ങളുടെ തീവ്രവാദത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാനൊരു മുസ്ലിം നേതാവിന്റെ കേവലം സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം മാത്രം കേട്ട് അത്ഭുതപ്പെട്ടു പോയി. പറയുന്നു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതാണ്, എന്നാൽ അതോടൊപ്പം മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതാണ്. പറയുന്നു, ഖലീഫ എനിക്ക് മുസ്ലിങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ചിന്തയുണ്ടാക്കി. അത് മുഖേന എന്റെ ഹൃദയത്തിൽ ഫലസ്തീനികൾക്കായി കാരുണ്യം വർദ്ധിച്ചു. അവരിൽ എല്ലാവരും ചീത്ത ആളുകളല്ല എന്ന ചിന്ത ഉണ്ടായി. ഏതായാലും തങ്ങളുടെ തെറ്റാരും അംഗീകരിക്കുകയില്ല, എന്നാൽ കാരുണ്യം കാണിക്കണം എന്ന കാര്യം അദ്ദേഹം അംഗീകരിച്ചു. ഒരു വനിത, അവർ ക്രിസ്തീയ പ്രീസ്റ്റാണ്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. പറയുന്നു, എന്റെ ചിന്താഗതിയാണ്, എന്നാൽ ഇത് തീർച്ചയായും ശരിയായ കാര്യമാണ്. ഇവിടെ മാൽമോയിലും യൂറോപ്പിലും ആളുകൾ മുസ്ലിങ്ങളെയും പള്ളികളെയും ഭയപ്പെടുകയാണ്. ഖലീഫ സമാധാനത്തെക്കുറിച്ച്, ജനങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ സുപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നമുക്ക് ഒരു പള്ളിയുടെ ഉദ്ദേശ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അദ്ദേഹം മറ്റുള്ളവരെയും ഈ സന്ദേശം അംഗീകരിപ്പിക്കുന്നതിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അദ്ദേഹം എന്നെ അംഗീകരിപ്പിച്ചിരിക്കുന്നു. മസ്ജിദിന്റെ ഉദ്ദേശം എന്ന വിഷയം വളരെ അത്യാവശ്യമായിരുന്നു. അതിന്റെ ഓരോ വാക്കും അർത്ഥം നിറഞ്ഞതും ഗഹനവുമായിരുന്നു. വീണ്ടും പറയുന്നു, അദ്ദേഹം സന്ദേശം നൽകി, പരസ്പരം ഭയപ്പെടരുത്, മറിച്ച് പരസ്പരം മനസ്സിലാക്കേണ്ടതാണ്. പരസ്പരമുള്ള ചിന്താഗതികൾ വ്യാപിപ്പിക്കേണ്ടതാണ്. അവർ പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, തങ്ങളുടെ ഖലീഫയുടെ പ്രസംഗം എന്നെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. ഞാൻ വളരെയധികം വികാരഭരിതയായി. ഇന്ന് ഞാൻ ഒരു മുസ്ലിം നേതാവിനെ കേവലം സമാധാനത്തെക്കുറിച്ച് മാത്രം പറയുന്നതായി കേട്ടു. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഇസ്ലാം മനുഷ്യ സ്നേഹത്തിന്റെ മതമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും ഉത്തമമായ ഭാഗം ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയേണ്ടതുണ്ട്, അള്ളാഹുൽ ദൃഢവിശ്വാസം ഉണ്ടാവേണ്ടതാണ്. ഇത് തന്നെയാണ് എന്റെയും കാഴ്ചപ്പാട്. മാൽമോ പട്ടണത്തിന്റെ മേയർ ആൻഡേഴ്സൺ സാഹിബ് പറയുന്നു, അദ്ദേഹം സമാധാന സംസ്ഥാപനത്തെക്കുറിച്ച് ഉറപ്പു നൽകി. ഈ പ്രസംഗത്തിൽ എന്നല്ല, പ്രത്യേകിച്ചും പട്ടണത്തിൽ നിർമ്മിച്ച പള്ളിയുടെ ഉദ്ദേശം വിവരിച്ചു. ഈ പള്ളി നാം പട്ടണത്തിലെ സമാധാന സ്ഥാപനത്തിന്റെയും സമുന്നയത്തിന്റെയും മാർഗമാക്കി മനസ്സിലാക്കുന്നു. ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞു, ഈ പള്ളിയുടെ ചിലവുകൾ ജമാഅത്തിലെ അംഗങ്ങൾ സ്വയം തങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് ചിലവാക്കിയത് എന്ന കാര്യം വളരെയധികം അത്ഭുതകരമാണ്. ഈ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്ഭുതത്തിന് കാരണമാണ്. കാരണം ഇത് ഒരു നിസ്സാര കാര്യമല്ല, മറിച്ച് 30 മില്യൺ ക്രോണറിന്റെ കാര്യമാണ്. പിന്നീട് പറഞ്ഞു, ഈ ജോലികളെല്ലാം നിങ്ങൾ സ്വയം ആണ് ചെയ്തത്. ഇത് വളരെ വലിയ ഒരു വിജയമാണ്. ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, തീവ്രവാദത്തിന്റെയും അക്രമത്തിന്റെയും സംഭവങ്ങൾ കാണുമ്പോൾ, എന്നാൽ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. പറയുന്നു, തന്റെ ഒരു സംഭവം കേൾപ്പിച്ചു. കുറച്ചുകാലം മുമ്പ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരാൾ എന്നോട് ചോദിച്ചു, താങ്കൾ മുസൽമാനാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അഥവാ നീ ക്രിസ്ത്യാനിയാണ് എങ്കിൽ നരകത്തിൽ പോകും. പറയുന്നു, ഇതാണ് മുസ്ലിങ്ങളുടെ ചിന്താഗതി, എന്നാൽ നിങ്ങളുടെ ചിന്താഗതി തികച്ചും വ്യതിരിക്തമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളിൽ അഹമ്മദികളിൽ കാണാൻ സാധിക്കുന്നു. ഒരു അതിഥി മാൽമോ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ആളാണ്. പറയുന്നു, ഖലീഫയുടെ പ്രസംഗം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. സമാധാനം, സ്നേഹം, സമന്വയം
എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം പോസിറ്റീവായ ആഗോള സന്ദേശം അദ്ദേഹം നമുക്ക് നൽകി. ഇതുപോലെ യൂണിവേഴ്സിറ്റി മാൽമോയിലെ ഇസ്ലാമിയാത്തിന്റെ പ്രൊഫസറും വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഖലീഫയുടെ പ്രസംഗം വളരെ താല്പര്യജനകവും സ്വാധീനം ചെലുത്തുന്നതുമായിരുന്നു. പ്രസംഗം അവസാനിച്ചതിനു ശേഷം ഞാൻ കണ്ടു ആളുകൾ പ്രസംഗത്തെക്കുറിച്ചാണ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഇതുമൂലം സ്വാധീനിക്കപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിച്ചത്. ചിലർ ഈ പ്രസംഗത്തിന്റെ കോപ്പി ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടു. പറയുന്നു, ഞാൻ കണ്ടു ഇവിടെയുള്ളവർ എല്ലാം സുന്നികളുടെ ആദ്യത്തെ പള്ളി നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്നു. യഹൂദികളും പരിപാടിയിൽ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു, മറ്റു മതസ്ഥരും ഉണ്ടായിരുന്നു. സ്വീഡിഷ് സംഘടന ചർച്ച് ഓഫ് സെന്റോളജിയുടെ ഇൻഫർമേഷൻ തലവനും വന്നിരുന്നു. പറയുന്നു, ഖലീഫ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ഇതായിരുന്നു: ഒരു വലിയ പ്രയോജനത്തിനു വേണ്ടി നാം നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തേണ്ടതാണ്. പോളിഷ് മാതാപിതാക്കളുടെ മകനായ മൈക്കിൾ എന്ന ഒരു അതിഥി വന്നിരുന്നു. സ്വീഡനിലാണ് താമസിക്കുന്നത്. പ്രസംഗം എല്ലാവിധത്തിലും പൂർണ്ണമായിരുന്നു. ഇതിൽ സമാധാനവും പരസ്പരം സഹായിക്കണമെന്ന സന്ദേശമുണ്ടായിരുന്നു. ആഫ്രിക്കയെക്കുറിച്ചും ഇദ്ദേഹം പരാമർശിച്ചു. സ്കൂളുകളും മറ്റ് സൗകര്യങ്ങളും ആഫ്രിക്കയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഇവിടെ ഭൂരിഭാഗം ആളുകളും വിശ്വാസമില്ലാത്തവരാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ദൈവത്തിലും സൃഷ്ടാവിലും വിശ്വസിക്കുന്ന വ്യക്തി ഇന്ന് വന്നെത്തിയിരിക്കുന്നു. പ്രസംഗം കേട്ടതിനു ശേഷം ഞാൻ ഇസ്ലാമിനെ ഭയപ്പെടുന്നില്ല, എന്നാൽ തീവ്രവാദികളെയാണ് ഭയക്കുന്നത്. ഇത് രണ്ടും പരസ്പരം വ്യത്യസ്തമാണ് എന്ന കാര്യം എനിക്ക് വ്യക്തമായിരിക്കുന്നു. മറ്റൊരു അതിഥി മുസ്ലിമായിരുന്നു. ഹുസൈൻ അബ്ദുള്ള സാഹിബ് യുഗോസ്ലാവിയയിൽ നിന്നാണ്. പറഞ്ഞു, ഖലീഫയുടെ വാക്കുകൾ എന്നെ സ്പർശിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളുമായും യോജിക്കുന്നു. അദ്ദേഹം ഈ ഒരു രീതിയിൽ ഇസ്ലാമിനെ പ്രതിരോധിച്ചു. അത് മറ്റു മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. സമത്വത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ശക്തി ചെലുത്തി. പറയുന്നു, ഇസ്ലാമിക അധ്യാപനം നാം എല്ലാ ആവശ്യക്കാരെയും സഹായിക്കുക എന്നുള്ളതാണ്. പറയുന്നു, ഇപ്പോൾ ഞാൻ അഹമ്മദിയ ജമാഅത്തിൽ അഭിമാനിക്കുന്നു. ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ചിന്താഗതിയാണുള്ളത്. ഇത് ശരിയാക്കുക എന്നത് ഒരു എളുപ്പമുള്ള ജോലിയല്ല. എന്നാൽ ഖലീഫ ഈ ജോലിയിൽ ഏറ്റവും മുന്നിലാണ്. ഒരു സ്വീഡിഷ് അതിഥി തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഈ സായാഹ്നം എന്നെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. ഇസ്ലാം എന്താണ് എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു. ഖലീഫ ഏതാനും മിനിറ്റുകളിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇസ്ലാമിനെ ഈ വിധത്തിൽ പ്രതിരോധിച്ചു. അത് മുമ്പ് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. പറയുന്നു, അദ്ദേഹം ചില മുസ്ലിങ്ങൾ മോശക്കാരാണെന്ന കാര്യം അംഗീകരിച്ചു. എന്നാൽ ഖലീഫ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം തെളിയിച്ചു കാണിച്ചു. അത്തരം ആളുകൾ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു എന്റെ പ്രസംഗത്തെക്കുറിച്ച്. പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു യഥാർത്ഥ മുസ്ലിമിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം. ഞാനിവിടെ പരിപാടിയിലുള്ളപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുകയായിരുന്നു. ഒരു ക്രിസ്തീയ പാതിരി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഖലീഫയുടെ പ്രസംഗത്തിലെ ഓരോ വാക്കുമായും യോജിപ്പാണുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇഷ്ടപ്പെട്ടു. അതായത്, നാം ദൈവത്തെ ഓർക്കണം, ഇതാണ് മതത്തിന്റെ അടിസ്ഥാനം. അതുപോലെ ആരംഭത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അത് എനിക്ക് വളരെയധികം ആത്മീയവും പിടിച്ചു കുലുക്കുന്നതുമായി അനുഭവപ്പെട്ടു. ഒരതിഥി പറഞ്ഞു, എനിക്ക് ഇന്ന് തോന്നി ഞാൻ മറ്റൊരു ലോകത്താണ് എന്ന്. വിഷയത്തിന്റെ കേന്ദ്രബിന്ദുവും ഇത് തന്നെയായിരുന്നു: പരസ്പരം പരിഗണിക്കുക, പ്രത്യേകിച്ച് ഏറ്റവും ബലഹീനരും ആവശ്യക്കാരുമായവരെ പരിഗണിക്കുക. പിന്നീട് പറഞ്ഞു, ഖലീഫ വിശുദ്ധ ഖുർആനിലൂടെ മതം ഹൃദയത്തിന്റെ പ്രശ്നമാണ് എന്ന് തെളിയിച്ചു. അദ്ദേഹം എന്നെ തീർച്ചയായും സമാധാനിപ്പിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഇതിൽ നിന്ന് പ്രയോജനം എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരതിഥി പറഞ്ഞു,
ഇന്നത്തെ പ്രഭാഷണത്തിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആളുകൾ പറയുന്നു ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ്, എന്നാൽ താങ്കളുടെ ഖലീഫയുടെ സന്ദേശം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു സ്വീഡിഷ് അതിഥി പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മീഡിയ നമുക്ക് എല്ലായ്പ്പോഴും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് പോലെ ഇത് ഒരു തീവ്രവാദ മതമാണ് എന്നതാണ്. തികച്ചും എതിരായ കാര്യം ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇത് വളരെ നല്ല കാര്യമാണ്. ഖലീഫ നമ്മെ സമാധാനിപ്പിച്ചു, നമ്മുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനദാതാവായിരുന്നു എന്ന് തെളിയിച്ചു കാണിച്ചു. മറ്റൊരു അതിഥി പറഞ്ഞു, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഭയപ്പെട്ടിരുന്നു, എന്നാൽ ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ കണ്ടത് അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഖലീഫയുടെ സന്ദേശം കാരുണ്യ ഹൃദയവും സഹാനുഭൂതിയും സമാധാനത്തെക്കുറിച്ചുമായിരുന്നു. ഇദ്ദേഹം ഈ അധ്യാപനം നൽകുന്നു, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം, അവരുടെ മതം നോക്കാതെ. ഇതെന്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു. ഇസ്ലാം അയൽവാസികളുടെ അവകാശത്തെക്കുറിച്ചും അധ്യാപനം നൽകുന്നു എന്ന കാര്യം ശ്രവിച്ച് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതുപോലുള്ള അതിഥികളുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട്. ബുദ്ധിസ്റ്റുകൾ ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എല്ലാവരും ഈ കാര്യം അംഗീകരിച്ചു. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും നിശ്ചയമായും തീവ്രവാദത്തിന് എതിരാണ്. ഒരു പാർലമെന്റ് മെമ്പർ പറഞ്ഞു, ഖലീഫ എല്ലാ സ്ഥലത്തും എല്ലാ പ്ലാറ്റ്ഫോമിലും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കേണ്ടതാണ്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ്. അഥവാ ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് അല്പം ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് മറ്റൊരു അതിഥി പറഞ്ഞു, ഈ പ്രസംഗം ഓസ്ട്രിയയിലെ ജനങ്ങൾക്ക് നൽകേണ്ടതാണ്. കാരണം ആ രാജ്യത്തിലെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയത്തിലും ഇസ്ലാമിനോടുള്ള വെറുപ്പിലും ഭ്രാന്തരായി മാറിയിരിക്കുന്നു. അവർ ഈ പ്രസംഗം കേൾക്കേണ്ടതിന്റെ ശരിയായ ആവശ്യമുണ്ട്. കാരണം ഇസ്ലാം ഒരു സമാധാനത്തിന്റെ മതമാണ് എന്ന് അവർ പഠിക്കാൻ വേണ്ടി ഖലീഫ വളരെ മനോഹാരിതയോടുകൂടി മസ്ജിദിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. അതിതാണ്, പള്ളിയുടെ അർത്ഥം സമാധാനമാണ്, സ്വലാത്തിന്റെ അർത്ഥവും സമാധാനമാണ്. നിങ്ങളുടെ ഖലീഫ അഹമ്മദിയ ജമാഅത്തിന് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കേവലം സമാധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് വ്യാകുലരാകുന്നത്. ഈ കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അഹമ്മദികൾ മനുഷ്യരുടെ പ്രയാസങ്ങൾ അകറ്റാൻ ആഗ്രഹിക്കുന്നു, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഖലീഫ പറഞ്ഞു. അതുപോലെ ഇതും താല്പര്യമുള്ള കാര്യമാണ്. ഖലീഫ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മസ്ജിദ് ലിറാർ തകർത്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പള്ളികൾ കേവലം സമാധാനത്തിന്റെ സ്ഥലം മാത്രമാണ് എന്നാണ്. സ്വീഡന്റെ തലസ്ഥാനം സ്റ്റോക്ക്ഹോമിലും ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയും 6 മെമ്പർ ഓഫ് പാർലമെന്റും മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളും ഉണ്ടായിരുന്നു. അവിടെയും ആളുകൾ വളരെ നല്ല അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഒരതിഥി പറഞ്ഞു, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. മറിച്ച് ഇതിൽ കൂടുതലായി ഇതിൽ നിന്ന് പ്രതീക്ഷകൾ ഉദിച്ചു. ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഖലീഫ ഇവിടെ വന്നു. ഖലീഫയുടെ സന്ദേശം ഏതെങ്കിലും ഒരു കലഹം കണ്ടുകൊണ്ട് കണ്ണടക്കാൻ പാടില്ല എന്ന ചിന്താഗതി ഉണ്ടാക്കി. ഇത് സ്വയം അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. വളരെ ശക്തമായ സന്ദേശമായിരുന്നു ഇത്. ഞാൻ ഇതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു അതിഥി പറഞ്ഞു, ഇന്ന് ലോകത്ത് മനുഷ്യനിൽ നിന്ന് ദൂരീകരിക്കുന്ന ശക്തികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നതിൽ നിങ്ങൾ എല്ലാവിധത്തിലും വിജയിച്ചിരിക്കുന്നു. കാരണം നാം പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്, നമുക്ക് കൂടുതലായി പഠിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇറാഖിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ മുഹാജിർ സലാം സാഹിബ് പറയുന്നു,
ഞാൻ ഇറാഖിൽ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ടില്ല. അവിടെ ആളുകൾ നിങ്ങളുടെ ഖലീഫ പറയുന്നത് പോലുള്ള ഇസ്ലാമിന്റെ രൂപം അവതരിപ്പിക്കുന്നില്ല. ഇറാഖികൾ ഖലീഫയുടെ വാക്കുകൾ കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ പലായനം ചെയ്യേണ്ടതായി വരുമായിരുന്നില്ല. ഇവിടെ സ്വീഡിഷുകാരുടെ മുന്നിൽ ഭിക്ഷക്കാരെ പോലെ വരേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നില്ല. ഇവിടെ സ്വീഡിഷ് ആളുകൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ അവകാശം നേടാനായി വന്നിരിക്കുന്നുവെന്നാണ്. ഈ ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശമാണ്. ഇറാഖിൽ നിങ്ങളുടെ ഖലീഫയെ പോലുള്ള ഒരാൾ പോലും ഇല്ല. ഖലീഫ വളരെ വ്യക്തമായി സംസാരിക്കുകയും ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. നിങ്ങളുടെ ജമാഅത്ത് മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളിലും ഉത്തമമാണ്. മറ്റൊരു അതിഥി പറഞ്ഞു, ഖലീഫ നൽകിയ ഈ സന്ദേശം തന്നെയാണ് യഥാർത്ഥ സന്ദേശം. ഇതാണ് എല്ലാ മതങ്ങളും അതിന്റെ ആരംഭത്തിൽ നൽകിയത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന അധ്യാപനങ്ങൾ ഇതാണ്. ഖലീഫ ഐക്യത്തിലേക്കാണ് വിളിക്കുന്നത്. അങ്ങയുടെ വാക്കുകൾ കേട്ട് എനിക്ക് വിശ്വാസം വന്നിരിക്കുന്നു. ലോകത്തിലെ പ്രശ്നങ്ങൾക്കുള്ള കാരണം മതം അല്ല. അഥവാ മുസ്ലിങ്ങളുമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് മതപരമല്ല, മറിച്ച് കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഡെൻമാർക്കിൽ ഇലക്ട്രോണിക് പ്രിന്റ് മീഡിയയിൽ ഉണ്ടായ കവറേജ്, അവിടുത്തെ ഒരു നാഷണൽ പത്രമുണ്ട്, ക്രിസ്ത്യൻ ബലാഗത്ത്. അത് ഹോട്ടലിലുള്ള ഒരു ഫംഗ്ഷന്റെ വാർത്ത നൽകി. അത് വായിക്കുന്നവർ 50,000 ആണ്. അതുപോലെ ഒരു റേഡിയോ 24ന്റെ ജേർണലിസ്റ്റ് ഇന്റർവ്യൂ നടത്താനായി മിഷനിൽ വന്നിരുന്നു. ഏകദേശം 45 മിനിറ്റ് ഇന്റർവ്യൂ എടുത്തു. പിന്നീട് അത് ഡാനിഷ് തർജ്ജമയോടുകൂടി അതേപടി പ്രസിദ്ധീകരിച്ചു, കേൾപ്പിച്ചു. ഈ റേഡിയോയുടെ കേൾവിക്കാർ 25,000 മുതൽ 40,000 വരെയാണ്. TVDR വാർത്തയിൽ കവറേജ് നൽകി. അതിന്റെ പ്രേക്ഷകരുടെ എണ്ണം 2 മില്യൺ ആണ്. അതുപോലെ മറ്റു മീഡിയകൾ മുഖേന മൊത്തം ഏകദേശം 3 മില്യൺ ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ എത്തി. അതുപോലെ സ്വീഡനിൽ വിവിധ പത്രങ്ങളിലൂടെയും TV ചാനലിലും റേഡിയോ ചാനലിലും ഇന്റർവ്യൂ നടന്നു. നാഷണൽ ടിവിയിൽ അവർ വാർത്തയും നൽകി. അങ്ങനെ മൊത്തം ഏകദേശം 8 മില്യൺ ജനങ്ങളിലേക്ക് സ്വീഡനിലും സന്ദേശം എത്തി. ജമാഅത്തിന്റെ ഈ സന്ദേശം എത്തുന്നത്, ആളുകളുടെ അഭിപ്രായം ഞാൻ വിവരിച്ചത്, പൊതുവിൽ ഇസ്ലാമിക സന്ദേശം കേട്ടാണ് ഇവർക്ക് യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നതിലാണ്. അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സന്ദേശമാണ്. സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുക എന്നതാണ്. ആളുകൾക്ക് ഈ കാര്യം മനസ്സിലായി. അഹമ്മദിയ ജമാഅത്ത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഈ കടമകൾ നിറവേറ്റപ്പെടുന്നത്. ഈ അടിസ്ഥാന കാര്യം എല്ലാ അഹമ്മദികളും മനസ്സിലാക്കണം. ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ കടമകൾ ശരിയായ നിലയിൽ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ ഖിലാഫത്ത് സ്വന്തം ആളുകളുടെ ഭയത്തെ മാത്രമല്ല സമാധാനത്തിൽ പരിവർത്തിപ്പിക്കുക, മറിച്ച് അന്യരുടെ ഭയത്തെയും സമാധാനത്തിൽ പരിവർത്തിപ്പിക്കുന്നതായിരിക്കും. ഇത് തന്നെയാണ്
ആളുകൾ വിവരിച്ച അധികം അഭിപ്രായത്തിൽ പറഞ്ഞത്. അതിന്റെ ചുരുക്കം ഞാൻ കേൾപ്പിച്ചു. അവരുടെ ഭയത്തിന്റെ അവസ്ഥ നമ്മുടെ ഫംഗ്ഷനിൽ വന്നതിനു ശേഷം സമാധാനത്തിൽ പരിവർത്തിക്കപ്പെട്ടു. കാരണം ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സഹായവും കൂടെയുണ്ട്. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ടാണ് ചിലർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും എന്നുകൂടി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രണ്ട് എണ്ണത്തിന്റെ ഉദാഹരണം ഞാൻ കേൾപ്പിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇന്നാരെങ്കിലും ഖിലാഫത്ത് ലോകത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചാൽ അവർ പരാജയപ്പെടും. സമാധാനം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നു, യഥാർത്ഥ ഖിലാഫത്തുള്ളപ്പോൾ ഖിലാഫത്തെ ഊലയിലും ആരംഭകാലത്ത് ഖിലാഫത്തെ റാഷിദയുടെ കാലഘട്ടത്തിൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായത്? ഇറാഖിലും സിറിയയിലും ഇപ്രകാരം സമാധാനം സ്ഥാപിച്ചു. അവിടെയുള്ള ക്രിസ്ത്യാനികൾ അന്ന് റോമൻ ഭരണകൂടം വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കരയുകയായിരുന്നു. മുസ്ലിങ്ങൾ വീണ്ടും വരുന്നതിനു വേണ്ടി രണ്ടാമതും തിരിച്ചു വന്നപ്പോൾ അവർ ആഘോഷിച്ചു. എന്നാൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇറാഖിലും സിറിയയിലും ഖിലാഫത്തിന്റെ പേരിൽ ആരംഭിച്ച പദ്ധതി ഒന്നാമതായതിൽ ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല, യാഥാർത്ഥ്യവും ഉണ്ടായിരുന്നില്ല. ആരംഭത്തിലുണ്ടായിരുന്ന ശക്തി അതും ഇപ്പോൾ ഇല്ലാതായി. ഇപ്പോൾ ഒരു ശക്തിയും ഇല്ല. ഖിലാഫത്തിന്റെ പേരിൽ ആരംഭിച്ച പ്രവൃത്തി 1-2 വർഷം കൊണ്ട് അല്ലെങ്കിൽ അതിലും കുറഞ്ഞ കാലം കൊണ്ട് അത് കേവലം ഒരു സംഘടനയുടെ പേര് മാത്രമായി. അത് സ്വന്തക്കാർക്കും സമാധാനം നൽകിയില്ല, അന്യർക്കും സമാധാനം നൽകിയില്ല. അവിടെ പോയവരിൽ ഒരുപാട് പേർ ഇസ്ലാമിന്റെയും ഖിലാഫത്തിന്റെയും പേരിൽ ഇവിടെ നിന്നൊരു ആവേശത്തോടു കൂടിയാണ് പോയത്. യൂറോപ്പിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അനിസ്ലാമിക പ്രവർത്തികൾ കണ്ട് നിരാശരായി. അവരിൽ ഒരുപാട് പേർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ തിരിച്ചു വരാൻ സാധ്യമല്ല. ഇതും മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഭയത്തിന്റെ അവസ്ഥയിൽ ജീവിക്കുകയാണ്. അവർക്കായി എല്ലാ മാർഗങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഭീകരവാദത്തിന്റെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇതായിരുന്നു. ഒരു സ്ത്രീയുടെ പാൽ കുടിക്കുന്ന കുട്ടി വിശപ്പ് കാരണം പിടയുകയായിരുന്നു. വീട് വളരെ ദൂരത്ത് ആയിരുന്നു. ആ സ്ത്രീ ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് പോയി ഒരു മരത്തിന്റെ ചുവട്ടിൽ തന്നെ പൂർണ്ണമായും പൊതിഞ്ഞ് കുട്ടിക്ക് പാൽ കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇസ്ലാമിന്റെ ഈ നാമധാരികളായ കരാറുകാർ, ഇസ്ലാമിന്റെ സംരക്ഷകർ വന്നു. എന്നിട്ട് ഈ നാമധാരികളായ ഖിലാഫത്തിന്റെ യോദ്ധാക്കൾ ആ സ്ത്രീയിൽ നിന്ന് തന്റെ കുട്ടിയെ പിടിച്ചു വാങ്ങി. നീ റോട്ടിൽ നിന്ന് കുട്ടിക്ക് പാല് കൊടുക്കുകയാണോ? എന്നാൽ അത് തികച്ചും ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു. കുട്ടിയെ പിടിച്ചു വാങ്ങി വെടിവെച്ച് ആ സ്ത്രീയെ വധിച്ചു കളഞ്ഞു. ഈ അക്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നീ ഈ അനിസ്ലാമിക പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊന്നത്. അവർ തങ്ങളുടെ ആളുകളുടെ സമാധാനം പോലും പിടിച്ചു വാങ്ങിയിരിക്കുന്നു. അന്യർക്ക് അവർ എന്ത് സമാധാനം നൽകാനാണ്? ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ പോലും ഈ കാര്യത്തിൽ സന്തോഷിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മുസ്ലിങ്ങളാണ് സമാധാനം നൽകിയത്, ക്രിസ്ത്യാനികളല്ല സമാധാനം നൽകുന്നത്. ഇന്ന് അതിന് തികച്ചു വിപരീതമാണ് നടക്കുന്നത്. എന്നാൽ അഹമ്മദിയ ഖിലാഫത്ത് മാത്രമാണ് തങ്ങളുടെയും അന്യരുടെയും ഭയത്തെ സമാധാനത്തിൽ പരിവർത്തിപ്പിക്കുന്നത്. വിവിധ ആളുകളുടെ അഭിപ്രായത്തിൽ ഇത് വ്യക്തമാകുന്നു. അള്ളാഹുവിന്റെ സഹായം അഹമ്മദിയ ഖിലാഫത്തിനൊപ്പമുണ്ട്. അത് ഒരിക്കലും കുറയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 108 വർഷത്തെ ചരിത്രം ഇതിന് സാക്ഷിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, അഥവാ ഇതേതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നുവെങ്കിൽ എപ്പോഴോ ഇതില്ലാതായി തീരുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ സ്ഥാപനം, ഖിലാഫത്തിന്റെ വാഗ്ദാനം ദൈവിക വാഗ്ദാനമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉള്ള കാര്യം തന്നെ. അതായത് ഇത് അവസാനിപ്പിക്കാൻ ശ്രമം നടത്തി, എന്നാൽ അവസാനിച്ചില്ല.
ഇന്നും ശ്രമം നടക്കുന്നതായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ ഖിലാഫത്തും ഈ വ്യവസ്ഥിതിയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അഥവാ നാം നമ്മുടെ മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്ര വലിയ തോതിൽ ഇസ്ലാമിക സന്ദേശം എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ വിധി ഈ തീരുമാനമെടുത്തപ്പോൾ അവൻ ഈ സന്ദേശം ഭൂമിയുടെ കോണുകളോളം എത്തിക്കണം എങ്കിൽ പിന്നെ ഈ പുരോഗതിയെ ആർക്കാണ് തടയാൻ സാധിക്കുക? ഒരു ഭൗതിക ശക്തിക്കും ഇതിനെ തടയാൻ സാധ്യമല്ല. അള്ളാഹുവിനോട് നാം ഈ ദുആയാണ് ചെയ്യേണ്ടത്: അള്ളാഹുവെ, എല്ലാ അഹമ്മദികൾക്കും എല്ലായ്പ്പോഴും ആത്മാർത്ഥതയോടുകൂടി അഹമ്മദിയ ഖിലാഫത്തുമായി ബന്ധപ്പെടുത്തി നിർത്തുമാറാകട്ടെ. നാം അള്ളാഹുവിന്റെ വാഗ്ദാനം കൂടുതൽ പ്രൗഢോജ്വലമായ നിലയിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതായി കാണുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 3 ജനാസയും നമസ്കരിപ്പിക്കും. ഒരു ജനാസ ഹാസിർ ആണ്, 2 ഗായിബാണ്. ജനാസ ഹാസിർ ചൌധരി ഫസൽ അഹമ്മദ് സാഹിബ് വഖഫിന്റേതാണ്. അദ്ദേഹം മാസ്റ്റർ ഗുലാം മുഹമ്മദ് സാഹിബ് മർഹൂം നൻകാനയുടെ പുത്രനായിരുന്നു. മെയ് 23, 2016 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഹസ്രത്ത് ഉമറുദ്ദീൻ സാഹിബ് ബംഗ്വി, സഹാബി ഹസ്രത്ത് മസീഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളുടെ മകനും മൗലവി കറം ഇലാഹി സാഹിബ് ജഫർ മർഹൂമിന്റെ സഹോദരപുത്രനും ആയിരുന്നു. ദീർഘകാലം മണ്ഡി ബഹാവുദ്ദീനിൽ താമസിച്ചു. പിന്നീട് ജർമ്മനിയിലേക്ക് ഷിഫ്റ്റായി. ഏതാനും വർഷം ലണ്ടനിൽ മസ്ജിദ് ഫസൽ ഹൽക്കയിൽ താമസിച്ചു. മുഴുവൻ ജീവിതവും വ്യത്യസ്ത ഭാരവാഹിത്വത്തിൽ ജമാഅത്തി സേവനത്തിന് തൗഫീക്ക് ലഭിച്ചു. മണ്ഡി ബഹാവുദ്ദീനിൽ സെക്രട്ടറി, മാൽ സെക്രട്ടറി, തലീമുൽ ഖുർആൻ, ഇമാമുസ്വലാത്ത് മുതലായ ഭാരവാഹിത്വങ്ങൾ വഹിച്ചു. താമസിച്ച സ്ഥലങ്ങളിലെല്ലാം 100 കണക്കിന് കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. 1987 റംസാനിൽ കലിമ തൊയ്യിബയുടെ കേസിൽ അവിടെ അസീറാനെ രാഹെ മൗലാകാനുള്ള തൗഫീക്ക് ലഭിച്ചു. അങ്ങേയറ്റം നന്മ നിറഞ്ഞ സാലിഹായ വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന സ്നേഹമുള്ള മഹാനായ മനുഷ്യനായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 5 പെൺമക്കളും 2 ആൺമക്കളുമുണ്ട്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട ദാവൂദ് അഹമ്മദ് സാഹിബ് ഷഹീദ് ഇബിൻ മുക്കറം ഹാജി ഗുലാം മുഹിദ്ദീൻ സാഹിബിന്റേതാണ്. കറാച്ചിയിലാണ് താമസിച്ചിരുന്നത്. മെയ് 24, 2016 60-ാമത്തെ വയസ്സിൽ അഹമ്മദിയത്തിന്റെ എതിരാളികൾ രാത്രി ഏകദേശം 9 മണിക്ക് അദ്ദേഹത്തെ വീടിന് പുറത്ത് ഫയറിംഗ് നടത്തി ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദീകരണം അനുസരിച്ച് ദാവൂദ് സാഹിബ് തന്റെ വീടിന്റെ വെളിയിൽ തന്റെ ഒരു അനഹമ്മദി സുഹൃത്തിനെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇപ്പോൾ വളരെ അടുത്ത് എത്തിയിരുന്നു. ഇതിനിടയ്ക്ക് മോട്ടോർ സൈക്കിളിൽ 2 അജ്ഞാതരായ ആളുകൾ വരികയും പിന്നിൽ ഇരുന്നിരുന്ന വ്യക്തി മോട്ടോർ സൈക്കിളിൽ നിന്നിറങ്ങി അദ്ദേഹത്തെ വെടിവെച്ചു. അനഹമ്മദി സുഹൃത്ത് അദ്ദേഹത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. അപ്പോൾ അക്രമികൾ അദ്ദേഹത്തിന്റെ കാലിലും വെടിവെച്ചു. അവിടെ നിന്ന് ഓടിപ്പോയി. ഫയറിംഗ് കാരണം ദാവൂദ് സാഹിബിന് 3 വെടിയുണ്ടയേറ്റു. അത് നെഞ്ചും വയറും തുളച്ചു കയറി. ഫയറിംഗിന്റെ ശബ്ദം കേട്ട് സമീപത്തുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടി. അവർ ദാവൂദ് സാഹിബിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡിന് ശേഷം 2 പേരെയും ലിയാഖത്ത് നാഷണൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഡോക്ടർ ദാവൂദ് സാഹിബിന് ഓപ്പറേഷൻ നടത്തി. എന്നാൽ വയറിൽ ഏറ്റ വെടിയുണ്ട കരളിലും ചെറുകുടലിലും വൻകുടലിലും വലിയ മുറിവ് ഏൽപ്പിച്ചിരുന്നു. നെഞ്ചിൽ ഏറ്റ വെടിയുണ്ട കാരണം വളരെയധികം രക്തം പാഴായിപ്പോയിരുന്നു. അതുകൊണ്ട് രക്ഷിക്കാൻ സാധിച്ചില്ല. ഓപ്പറേഷൻ ഇടയ്ക്ക് തന്നെ ഷഹാദത്തിന്റെ പാനീയം കുടിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ അനഹമ്മദി സുഹൃത്തിന് പരിക്ക് പറ്റിയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മെച്ചപ്പെട്ടു വരുന്നു. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് മൗലവി അല്ലാവുദ്ദീൻ സാഹിബ് ബച്ച്വിണ്ട ജില്ലാ സിയാൽകോട്ട് മുഖേനയാണ് ഉണ്ടായത്. അദ്ദേഹം ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. പിന്നീട് ഈ കുടുംബം റബോയിലേക്ക് ഷിഫ്റ്റായി. 1950 റബോയിൽ ഇദ്ദേഹം ജനിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഇവർ കറാച്ചിയിലേക്ക് പോയി. അവിടെ നിന്ന് വിദ്യാഭ്യാസം കരസ്ഥമാക്കി. ഒരു അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും തന്റെ കൈയിന്റെ കുറവിനെ ജോലിയിൽ തടസ്സമായി കണ്ടില്ല.
ഒരുപാട് ഗുണങ്ങളുടെ ഉടമയായിരുന്നു. വളരെ മൃദുല സ്വഭാവക്കാരനും പ്രദേശത്തെ വളരെ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. വിശ്വസ്തനായ ഹൃദയമുള്ള നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. സംഭവത്തിനു ശേഷം അന്വേഷണ ഏജൻസി പ്രദേശവാസികളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ വ്യക്തി ആരുമായും കലഹിക്കുക എന്നത് സാധ്യമല്ല. കലഹിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഇദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്ന ആളായിരുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന നല്ല മനുഷ്യനായിരുന്നു. ജമാഅത്തി സേവനത്തിലും മുൻനിരയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് 18 വർഷത്തോളം നമസ്കാര സെന്ററായി ഉപയോഗിച്ചു. അതുപോലെ അൻസാറുള്ളയുടെയും ജമാഅത്തി പ്രവർത്തനങ്ങളിലും സേവനം ചെയ്യാൻ ഇദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ ജാമിയ അഹമ്മദയിൽ 4ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ 2 മക്കൾ രാജ്യത്തിന് പുറത്ത് ജോലി ചെയ്യുകയാണ്. അള്ളാഹു ഷഹീദ് മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. 3ാമത്തെ ജനാസ മുക്കറം മുഹമ്മദ് ആസം അക്സീർ സാഹിബിന്റേതാണ്. അദ്ദേഹം മെയ് 25, 2016 രാവിലെ റബോയിൽ 74ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം മൗലവി മുഹമ്മദ് അഷ്റഫ് സാഹിബ് മുൻ അമീർ ജമാഅത്ത് അഹമ്മദിയ ഭേരയുടെ പുത്രനാണ്. ഒക്ടോബർ 1942 കാദിയാനിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അദ്ദേഹത്തിന്റെ പിതാമഹൻ മുൻഷി മുഹമ്മദ് റംസാൻ സാഹിബ് മുഖേനയാണ് വന്നത്. അദ്ദേഹം 1909 ബൈഅത്ത് ചെയ്തു. അദ്ദേഹം മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലാൽപൂരിയുടെ മകളുടെ മകനും മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ജലീലിന്റെ മരുമകനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മൗലവി മുഹമ്മദ് അഷ്റഫ് സാഹിബും വഖഫെ ജദീദിന്റെ മുഅല്ലിമായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം മെട്രിക് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ജാമിയ അഹമ്മദിയിൽ അഡ്മിഷൻ വാങ്ങി. 1961 ജീവിതം വഖഫ് ചെയ്തു. ജാമിയ അഹമ്മദിയയിൽ പ്രവേശനം നേടി. 1969 അവിടെ നിന്ന് ഷാഹിദ് പരീക്ഷ പാസായി. ഇതിനിടയിൽ തന്നെ FAയും മൗലവി ഫാസിലും പരീക്ഷയും പാസായി. പിന്നീട് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് നസാറത്ത് ഇസ്ലാം ഉർഷാദിൽ ഉണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ നടന്നു. ഇദാറത്തുൽ മുസന്നിഫീനിലും വക്കാലത്തു തബ്ഷീറിലും ജോലി ചെയ്തു. നസാറത്ത് അലീമുൽ ഖുറാനിലും ജോലി ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ മുറബിയായി ജോലി ചെയ്തു. ഇസ്ലാം ഉർഷാദ് മക്കാമിയിൽ 90 മുതൽ 98 വരെ ഇഷാത്ത് തസ്നീഫ് നസാറത്തിൽ ജോലി ചെയ്തു. പിന്നീട് വക്കാലത്തെ ദീവാനിൽ 99 മുതൽ 2006 വരെ ജോലി ചെയ്തു. 2006 മുതൽ 2008 വരെ വക്കാലത്തെ ഇഷാത്തിൽ തെഹ്രീക്കെ ജദീദ് മാസികയുടെ എഡിറ്ററായിരുന്നു. ഒക്ടോബർ 2008 മുതൽ മരണം വരെ ജാമിയ അഹമ്മദിയയിൽ നിന്ന് പാസ്സായതിനു ശേഷം സ്പെഷ്യലൈസ് ചെയ്യുന്നവരുടെ തലവനായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വിജയശ്രീലാളിതനായ മുറബിയും ദായിലല്ലായും സംവാദകനുമായിരുന്നു. അദ്ദേഹം ചില ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അൻസാറുല്ലായിലും ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു. വളരെ ദുആ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ട്. പുത്രൻ ഇവിടെയാണ്. പിതാവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അള്ളാഹു ഈ കുട്ടികൾക്കും ഭാര്യയ്ക്കും സഹനവും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. തങ്ങളുടെ പിതാവിന്റെ നന്മയെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.